വിവാദങ്ങൾക്കിടെ ബി.ജെ.പി നേതാവ് പി.സി. ജോർജ് പാലാ രൂപത ആസ്ഥാനത്തെത്തി. ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് വിവരം. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഇന്നലെയാണ് സഭാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പി.സി. ജോർജ് പ്രതികരണം നടത്തിയത്. അത് പലതും നമ്മൾ മ്യൂട്ട് ചെയ്ത് കേൾപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പിനൊക്കെതിരെ അവർ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷ വിമർശനം, അധിക്ഷേപ പരാമർശം നടത്തിയ പി.സി. ജോർജ് ഇന്നിപ്പോൾ അദ്ദേഹം പാലാ രൂപതാ സ്ഥാനത്തെത്തുന്ന സാഹചര്യം എന്താണ്? കൂടിക്കാഴ്ച തുടരുകയാണോ? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഈ നിലവിലെ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ കൂടിക്കാഴ്ചയോ ഒന്നുമല്ല. ഇവിടുത്തെ ബിഷപ്പായിട്ടുള്ള ജോസഫ് പാലക്കാപ്പറമ്പിലിന്റെ 100ാം പിറന്നാളായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയാണ്. ഇന്നലെയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതിൽ പങ്കെടുക്കാൻ പി.സി. ജോർജിന് സാധിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് വേണ്ടി എത്തിയത്. പക്ഷേ നിലവിലെ സാഹചര്യം, കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം നടത്തിയത്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പാലാ ബിഷപ്പിനെ അദ്ദേഹം പുകഴ്ത്തി പറയുകയും അദ്ദേഹവുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും പറയുന്നുണ്ട്. ചില മെത്രാന്മാരുടെ നിലപാടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ പി.സി. ജോർജ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. UDF-ന് വേണ്ടി ചില മെത്രാന്മാർ കുരയ്ക്കുന്നു എന്നൊരു വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അങ്ങനെ സഭയ്ക്കെതിരെയല്ല, എന്നാൽ ചില മെത്രാന്മാർക്കെതിരെ ചില നിലപാടുകൾ പി.സി. ജോർജ് ആവർത്തിച്ച് തുടർന്ന് പറയുന്നുമുണ്ട്. ഇന്ന് ഷോൺ ജോർജും വ്യക്തമാക്കിയത് അതുതന്നെയാണ്. ചില മെത്രാന്മാർക്കെതിരെയും ദീപിക പത്രത്തിൽ വരുന്ന എഡിറ്റോറിയലും, ഈ രണ്ട് കാര്യങ്ങളെയാണ് ഷോൺ ജോർജും പി.സി. ജോർജും വിമർശിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിവാദം ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് പാലാ രൂപതയിലുള്ള ഈ ബിഷപ്പിനെ കാണാൻ അദ്ദേഹം നേരിട്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിവാദ വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം എന്നുള്ള സംശയവുമുണ്ട്. ഒരുപക്ഷെ ആ കാര്യങ്ങൾ, മുതിർന്ന ഒരു ബിഷപ്പായതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തേക്കാം. ഒരുപക്ഷെ കൂടുതൽ ഈ ഒരു പ്രശ്നങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകളിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള ഒരു കാരണമായി ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ച മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഷോൺ ജോർജും പി.സി. ജോർജും പറഞ്ഞ ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഷോൺ ജോർജ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു, ഇത് സഭയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപമല്ല, അതിനപ്പുറത്തേക്ക് ചില മെത്രാന്മാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിലാണ് ഈ രണ്ടുപേർക്കും എതിർപ്പുള്ളത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിളിച്ച മഠങ്ങളിൽ ഫോണിൽ വിളിച്ച് UDF-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പി.സി. ജോർജിനെ ഇന്നലെ ചൊടിപ്പിച്ചത്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അത് പക്ഷേ കുറച്ച് കടന്നുപോയി എന്നുള്ള വിമർശനം അതിരൂക്ഷമായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ചില ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും FCRA വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ സഭാ നേതൃത്വം പറഞ്ഞ വിമർശനങ്ങളാണ് BJP-യെയും അതുപോലെ തന്നെ ഷോൺ ജോർജും പി.സി. ജോർജിനെ പോലെയുള്ളവരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അനുനയ ചർച്ചകളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം BJP-ക്ക് വീണ്ടും കേരളത്തിൽ സജീവമായി തന്നെ നിൽക്കേണ്ടതുകൊണ്ട്, ക്രൈസ്തവ വിഭാഗങ്ങളെയൊക്കെ ചേർത്ത് നിർത്തേണ്ടതുകൊണ്ടും സഭാ നേതൃത്വത്തെ പിണക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകാൻ തയ്യാറാകില്ല. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നെങ്കിലും അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും പി.സി. ജോർജ് ഇപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലാ രൂപതയുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് നേരത്തെ തന്നെ ഷോൺ ജോർജും പി.സി. ജോർജും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ ആണ് പി.സി. ജോർജിനെ ചൊടിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.